ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡെയ്സി. ഇന്നെന്താ നമ്മളിവിടെ നിൽക്കുന്ന ഈ പിച്ചാത്തിയും പിടിച്ചിവിടെ നിൽക്കുന്നതെന്ന് അറിയാവോ? ഇന്ന് നമുക്ക് ഒരു തോരൻ വെച്ചാലോ? അതായത് ഇന്ന് ഇച്ചിരി മഴയൊക്കെ കുറവുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമുക്ക് മെല്ലെ നമ്മുടെ പരിയമ്പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നമ്മുടെ ചേമ്പ് കണ്ടോ, ചേമ്പ് നിൽക്കുന്നത്, ഈ ചേമ്പിൻ്റെ താളെടുത്ത് നമുക്കൊന്ന് തോരൻ ഉണ്ടാക്കിയാലോ? എല്ലാം നാടൻ രീതിയിൽ അങ്ങ് ചെയ്യാന്നേ. നമുക്കിന്ന് ചേമ്പിൻ താള് തോരൻ വെച്ച് നമുക്കൊന്ന് തോരൻ വെച്ച് നല്ലൊരു കറിയാക്കാം, തോരൻ കറി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചേമ്പിൻ്റെ താള ഇന്ന് കണ്ടിക്കാൻ പോകുന്നു കേട്ടോ. നോക്കിക്കോയേ, ഇത് കണ്ടോ ചേമ്പിൻ്റെ ഇത് കണ്ടിച്ചോ കണ്ടോ. ഈ താള എടുത്തിട്ട് നമുക്ക് തോരൻ വെക്കാം. ഈ ചേമ്പിൻ്റെ ഇത് തോരൻ ഉണ്ടാക്കാം നമുക്ക്. ഇനി ഒരെണ്ണം നമുക്ക് ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ടല്ലോ, ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരുത്തൻ. ഇവൻ്റെ ഈ കാര്യം കൂടെ നമുക്ക് കണ്ടിക്കാം. ഈ കാര്യം എല്ലാം കണ്ടിച്ച് അത് കഴിഞ്ഞിട്ട് ഇവനെയും കൂടെ ഒന്ന് കണ്ടിച്ചെടുക്കാം നമുക്ക്. നല്ലൊരു കാര്യം. അപ്പോൾ നമുക്ക് ഇതിനെ കണ്ടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് തോരൻ വെക്കാം. മഴക്കാലമായി, ഇനിയിപ്പോൾ ഇത് കൂട്ടൊക്കെ നമുക്ക് തോരൻ വെക്കാം. ഇതൊക്കെയാണ് നല്ലത്. നമ്മുടെ വീടിൻ്റെ ചുറ്റിനും നിൽക്കുന്ന ചേനയുടെയും ചേമ്പിൻ്റെയും ഒക്കെ മറ്റുള്ള ഇലവർഗ്ഗങ്ങളും എല്ലാം ഇങ്ങനെയുള്ളതൊക്കെ തോരൻ വെച്ച് കഴിക്കാം. മഴയത്ത് ഇനി കർക്കിടക മാസം കൂടെ വരാൻ പോവല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ ഇതാണ് നല്ലത്. അപ്പോഴേ നമ്മുടെ ചേമ്പൻ താളിനെ കൊണ്ടുവന്നു നമ്മളിനി ഇതിനെ ഇങ്ങനെ ചീകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ കണ്ടിച്ചിട്ട് നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളയണം. ഇങ്ങനെ എല്ലാം കണ്ടിച്ചിടണം. ആദ്യമേ ഇവനിങ്ങനെ കണ്ടിച്ച് ഇത് എല്ലാവർക്കും അറിയാമായിരിക്കില്ല, ചേമ്പുണ്ടാളൊക്കെ എല്ലാവരും ചാറും തോരനും എല്ലാം വെക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ എല്ലാവരും ചെയ്യുന്നത്, പിന്നെ ഓരോരുത്തരുടെ ശൈലി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ശൈലി ചെയ്യുന്നു. അപ്പം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാം. നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണ്. എന്നിട്ട് ആ കൂട്ടുകാരെ അത് ഇങ്ങനെ എടുത്തു, ഇതിനെ നമ്മളിങ്ങനെ തൊലിയൊന്ന് കളയും. ഇതിൻ്റെ തോലിങ്ങനെ ചീകി അങ്ങ് കളയുവാണ്. ചീകി ചില തോലൊക്കെ അങ്ങോട്ട് വിട്ടു പോവുക, ഇച്ചിരി കുരുന്നായത് കാരണം ഇങ്ങനെ ഒന്ന് ചീകി അങ്ങ് കളഞ്ഞാൽ മതി. ഇതിൻ്റെ തൊലി ഇരിക്കാൻ പാടില്ല. ഇതിൻ്റെ തൊലി ഇരുന്നാലേ അത് ചൊറിയുകയൊക്കെ ചെയ്യും. ഇപ്പം ചൊറിയുന്ന സമയമൊന്നുമല്ല, ചില സമയത്ത് ഈ ചേമ്പൻ താൾ എടുക്കുമ്പോൾ ചൊറിയുന്ന സമയമുണ്ട്. ആ സമയത്ത് ചേമ്പൻ താൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചൊറിച്ചിലുണ്ടാവും. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം എല്ലാം മൂത്ത് നിൽക്കുന്ന കാരണം ചൊറിയൊന്നുമില്ല. നല്ല അടിപൊളിയാണ് ഇതിൻ്റെ തോരനങ്ങ് വെക്കുമ്പം. നല്ല കൂണൊക്കെ തോരൻ വെച്ച പോലത്തെ ടേസ്റ്റ് വരും. അങ്ങനെ ഇപ്പം ഈ കറിയൊന്നും വെക്കാനൊക്കെ ഒന്നുമില്ല, പച്ചക്കറിക്കെല്ലാം അന്യായ വിലയല്ലേ, ഒടുക്കത്തെ വില കയറിയേക്കുമല്ലേ പച്ചക്കറിക്കൊക്കെ. അപ്പം നമുക്കിങ്ങനെ വീടിൻ്റെ ചുറ്റും പരിസരത്തൊക്കെ നിൽക്കുന്ന ചേനയോ ചേമ്പോ വല്ല ഇലവർഗ്ഗങ്ങളോ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെയല്ലേ ഇപ്പോൾ വെക്കാൻ പറ്റുള്ളൂ. അത് കാരണം നമ്മളിപ്പോൾ ഇങ്ങനത്തെ തോരനൊക്കെയാണ് കൂടുതലും. നമ്മുടെ പണ്ട് കാലത്തുള്ള എല്ലാവരും ഇങ്ങനെയല്ലേ വെക്കുന്നത്. നമ്മുടെ കാർന്നോന്മാരൊക്കെ അവരൊക്കെ ഇതുപോലെ അന്യായ വില കൊടുത്ത് വല്ല പച്ചക്കറിയും മേടിച്ചാണോ തിന്നത്. അവരെല്ലാം നട്ടും പറക്കിയും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുകയല്ലേ എല്ലാവരും തിന്നുന്നത്. അതുപോലെ നമുക്കും ഇനിയുള്ള കാലത്ത് ഇങ്ങനെയൊക്കെ തിന്നാൽ മതി. ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ഇപ്പം നല്ലത്. വിഷം അടിക്കാത്ത സാധനങ്ങൾ നമ്മുടെ കരിയും പുറത്തോടെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് കറി വെച്ചൊക്കെ കൂട്ടുന്നതാണ് ഇപ്പം ഏറ്റവും നല്ലത്. കടയിൽ നിന്ന് മേടിക്കുന്നതാണേലും എല്ലാ പച്ചക്കറികളിലും വിഷം അടിക്കുന്നതും, അല്ലെങ്കിൽ സ്വന്തമായിട്ടെല്ലാം നട്ട് ഉണ്ടാക്കണം. എല്ലാം ഒന്നും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വില കൂടിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. ഇതിനെ നമുക്ക് ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് അരിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം വൃത്തിയായിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ അരിയുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അരിഞ്ഞ് തോരൻ വെക്കാൻ പോകുന്ന രീതിയാണ്. ഇനി നമ്മളിങ്ങനെ എടുത്തു, ഇങ്ങനെ അതിനെ അരിയാൻ പോവാണ്. ഈ രീതിയിൽ ഇങ്ങനെ അരിയുന്നു. അരിയാൻ എളുപ്പമാണോ മമ്മി? അരിയുന്നതിന് എളുപ്പക്കുറവൊന്നുമില്ല. ഇങ്ങനെ സാധാരണ നമ്മളിങ്ങനെ വഴുതനങ്ങയൊക്കെ അരിയുന്ന പോലെയൊക്കെ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. കട്ടി കുറച്ച്. അത് വേകാൻ അധികം താമസമൊന്നുമില്ലല്ലോ. അത് കാരണം അരിയുന്നതിന് എളുപ്പമൊന്നും കുറവൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് കയ്യൊറ എങ്ങോട്ടാണ് ഊരി പോകുന്നത്. അപ്പോൾ അതിനെ എല്ലാത്തിനും നമ്മളിങ്ങനെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് നമുക്ക് തോരനാക്കാം. ഇങ്ങനെയാണ് അരിയുന്നത്. ഈ രീതിയിൽ അരിഞ്ഞാലേ അത് തോരൻ നല്ല എല്ലാം ചേർന്ന് കഴിയുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ, കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഭംഗിയും വേണം, സ്വാദും വേണം, എല്ലാം വേണം. അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി. ഇപ്പം നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇത്തിരി കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നപ്പം നമുക്ക് ഇച്ചിരി ഉള്ളിയും മുളകും പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇച്ചിരി വഴറ്റിയെടുക്കാവേ. ഒന്ന് വഴുകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വാടിക്കിട്ടാൻ തിരിച്ചിടാം. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം, അത് വാടിക്കിട്ടാൻ വേണ്ടി. ബാക്കി പിന്നെ ഇടാം. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയും പച്ചമുളകും ചതച്ചിട്ട് എടുത്ത് ആക്കുന്നവരും ഉണ്ട്. അങ്ങനെ ആക്കാൻ വേണമെങ്കിൽ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പുതാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ചേമ്പുതാളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചെടുത്തിട്ട് അതൊന്ന് വാടി വരുമ്പോൾ ഇത്തിരി തേങ്ങ ഇട്ട് കൊടുത്ത് അതിനെ നമുക്ക് തോരനാക്കി എടുക്കാം. ഈ ചേമ്പുതാളി അങ്ങോട്ട് ഇട്ട് ഇച്ചിരി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതങ്ങോട്ട് വാടി കഴിയുമ്പോഴത്തേനും ഇച്ചിരി ആയി പോകുന്നേ. കൂണ് കറി വെക്കുന്ന പോലെ തന്നെ, കൂണിൻ്റെ അതേ മോഡലാണ്. കൂണ് അത്രയല്ലേലും നമ്മൾ തോരൻ വെക്കാനായിട്ട് ഇങ്ങനെ വെക്കും. കൂണ് തോരൻ വെച്ച് കഴിയുമ്പോൾ എന്തോരം ഉണ്ട്, കുറച്ചല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ചേമ്പുതാളി കാണുമ്പോൾ ഒരുപാടുണ്ടാവും അരിഞ്ഞ് കഴിയുമ്പോൾ. പക്ഷെ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോരനൊക്കെ ആക്കി എടുത്ത് കഴിയുമ്പോൾ അതങ്ങോട്ട് അമങ്ങി അങ്ങ് പോവുക, അവിഞ്ഞ്. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് ഇതൊന്ന് വാടി വന്നതിന് ശേഷം ഇതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. ഈ തേങ്ങയും കൂടി അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ആവി വന്ന് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി തോർത്തി കൊണ്ട് എടുത്താൽ മതി. ഇതിനകത്ത് വെള്ളം ഒഴിക്കാനോ ഒന്നുമില്ല കേട്ടോ. വെള്ളം ഒന്നാമത് ചേമ്പിൻ്റെ താളിനകത്ത് വെള്ളമാണ്, വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചേക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചൊറിയുകയും ചെയ്യും. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇത് ആവി കൊണ്ട് ഇങ്ങനെ വെന്ത് കിട്ടണം. ഇതിന് പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഇത് ഇളക്കിയിട്ട് കഴിയുമ്പോൾ നമ്മളൊന്നും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ അത് ഉപ്പില്ലെങ്കിൽ ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിന് നമുക്കൊരു ഇച്ചിരി ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതെന്നിട്ട് ആവി കയറി കഴിയുമ്പോൾ നമുക്കെല്ലാം കൂടി ഇളക്കിയെടുത്താൽ മതി. ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ആവി ഒന്ന് കയറട്ടെ. അപ്പോൾ നമുക്കിതെല്ലാം ഇട്ടേച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ആവി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയിട്ട് നോക്കാം. നമ്മുടെ തോരൻ്റെ മൂടി ഒന്ന് മാറ്റി നോക്കാം. തോരൻ എങ്ങനെയായി നോക്കാം. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ ചേമ്പും താള് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ചേമ്പും താള് തോരന് അരച്ചോ ചതച്ചോ ഒന്നും ഇടണം നിർബന്ധമൊന്നുമില്ല ഈ കറിക്ക്. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല പാകത്തിന് വെന്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇച്ചിരിയും കൂടെ ഒരു വെള്ളമയമൊക്കെ ഒന്ന് പറ്റി വന്ന് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും. കുഴഞ്ഞൊന്നും പോകാതെ വെള്ളമൊക്കെ ഒഴിച്ചാലുണ്ടല്ലോ കുഴഞ്ഞിരിക്കും. വെള്ളത്തില്ല, പിന്നെ ഇങ്ങനെ ഇരിക്കണം. തോരൻ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉതിർന്നിരിക്കണം.
നമ്മുടെ ചേമ്പുന്നാൾ തോരൻ. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇച്ചിരി നേരം തുറന്നിരുന്നിട്ടൊന്ന് പറ്റണം. ഇനി അടച്ചു വെക്കണ്ട, തുറന്നിരിക്കണം. അടച്ചു വെക്കുമ്പോൾ വേർപ്പ് ചാടും. വേർത്ത് ചാടാതിരിക്കണം. ഇങ്ങനെ ഇരുന്നിട്ടൊന്ന് പറ്റും. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ താള് തോരൻ ഇവിടെ റെഡിയായി. എന്തെളുപ്പം, നല്ല വേഗം നല്ല ഇത് തോരൻ ഉണ്ടാക്കി കഴിഞ്ഞത്. എളുപ്പമല്ലേ? ഇത് പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ചെയ്യാൻ പെട്ടെന്നൊരു ഒന്ന് പറ്റൂലാതെ ഇരിക്കുകയാണെങ്കിൽ പോലും 2 ചേമ്പും എടുത്തിട്ട് പെട്ടെന്നൊരു തോരൻ വെച്ച് ഇച്ചിരി കഞ്ഞിയായിട്ടോ ചോറായിട്ടോ ഒക്കെ കുടിക്കാൻ നല്ലതല്ലേ? ഒരു അച്ചാറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കൂട്ടി കുടിക്കാനൊക്കെ നല്ലതാണ്. അപ്പം ചേമ്പും എത്ര പെട്ടെന്ന് തോരനായി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. കൂണ് തോരൻ വെച്ചാൽ അതേ ടേസ്റ്റാണ്. നല്ല രുചിയാണ് കേട്ടോ. എല്ലാവരും ചേമ്പും ഉള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ. അപ്പോൾ അറിയാലോ അതിൻ്റെ രുചിയൊക്കെ എങ്ങനെയാണ്, പറഞ്ഞതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നമ്മുടെ തോരൻ അങ്ങനെ റെഡിയായി. നമ്മുടെ തോരന് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്തായാലും കൂടാനുണ്ടോ എന്നൊക്കെ നമുക്കിത് ഇപ്പോൾ ഇവിടെ മോളാണുള്ളത്. പൊന്നുൻ്റെ കൈ കൊടുത്ത് ടേസ്റ്റ് ചെയ്ത് ഇതെങ്ങനെയുണ്ടെന്നൊന്ന് അവൾ അഭിപ്രായം പറയട്ടെ. അപ്പം അവളുടെ കൈ കൊടുക്കാം നമുക്ക്. അപ്പം പൊന്നു, കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ചേമ്പുതാള് തോരൻ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്തേ. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഉപ്പും എരിവൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയേ. രുചിയുണ്ടോ എന്ന് നോക്കിയേ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂപ്പറായിട്ടുണ്ട്. നല്ലപോലെ അഭിപ്രായം രുചിച്ച് നോക്കിയിട്ട് പറ. നല്ല ടേസ്റ്റാണ്. എരിവും ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. ചേമ്പുതാള് പിന്നെ ചേമ്പും ചൊറിച്ചാൽ അങ്ങനെയൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. സൂപ്പറാണ്. എങ്കിൽ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി മറ്റൊരു സമയത്ത് കാണാം. ഉടനെ തന്നെ ഈ ചാനലിന് വേണ്ടിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്കും കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണേ. ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.